ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രാൻസിഷനാണ്. ഫ്ലിപ്പ്ലറും അതേപോലെ തന്നെ ഷെയ്ക്കും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ റീസെൻ്റ്ലി ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട ന്യൂ പോസ്റ്റിൽ ട്രൈ ചെയ്തൊരു ട്രാൻസിഷനാണിത്. ബട്ട് ആക്ച്വലി ആ ഒരു വീഡിയോ ഞാൻ ആഫ്റ്റർ എഫക്ട്സിലാണ് ചെയ്തത്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അലൈറ്റ് മോഷനിലാണ്. ജസ്റ്റ് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, സോ ഞാനിവിടെ 2 ഫോട്ടോസ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആക്ച്വലി അടിയിലുള്ള ഈ ഒരു ലെയറാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസിൻ്റെ പകരം വീഡിയോസ് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും പിന്നെ അധികം ലാഗ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഫോട്ടോസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ 2 ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ടിലെ ലെയർ ഇതാണ് എനിക്ക് ഫ്ലിപ്പായിട്ട് വരേണ്ട ലെയർ. സോ ഞാൻ എവിടെ നിന്നാണ് വരേണ്ടതെന്നുള്ളത് ആദ്യം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാണ്. സോ ഞാൻ എന്തായാലും ഒരു 1ാമത്തെ സെക്കൻഡ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു 1ാമത്തെ ഭാഗത്തായിട്ടൊരു മാർക്ക് ആഡ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാനിവിടെ 2 ലെയേഴ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റത്തെ ലെയർ ഇതാണല്ലോ. സോ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്കെയിൽ ഒന്ന് കുറച്ച് വെക്കുകയാണ്. ഏകദേശം ഇത്ര രീതിയിലാണ് എനിക്ക് ഈ ഒരു ഫ്ലിപ്പായിട്ട് വരേണ്ടത്. ഓക്കെ, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഇതായിരിക്കും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നമ്മൾ ഫ്ലിപ്പ് ലെയറിനായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഫക്റ്റിൽ പോയിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 3Dയിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്ലിപ്പ് ലെയർ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ ആക്സിസ് ഉണ്ട്, അത് ജസ്റ്റ് 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യാം. അതാവുമ്പോൾ നമുക്ക് വെർട്ടിക്കലായിട്ട് വരും. സോ 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആംഗിളിലാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആംഗിൾ സെലക്ട് ചെയ്തതിനു ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്ലിപ്പ് വന്നിട്ട് അവസാനിക്കേണ്ടത് എവിടെയാണോ അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, സോ അവസാനിക്കുന്ന കീ ഫ്രെയിമിൽ 0 ഡിഗ്രി ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിലെ കീ ഫ്രെയിമിൽ ജസ്റ്റ് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത്രയും രീതിയിൽ, അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 180 നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. 180 ഡിഗ്രിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും. ഓക്കെ, സോ ഇങ്ങനെ ഫ്ലിപ്പായിട്ട് വരും. ഇനി നമ്മളൊരു ഗ്രാഫ് ആഡ് ചെയ്യണം. സോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫല്ല, കർവ് ആഡ് ചെയ്യണം. സോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കർവ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഏത് കർവ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് യൂസ് ചെയ്യുന്നതാവും കുറച്ചും കൂടി ബെറ്റർ. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കർവാണ്. കണ്ടോ, ഇങ്ങനെ ഒരു പെട്ടെന്ന് വരുന്ന രീതിയിലുള്ള ഒരു കർവാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ബാക്ക് വരികയാണ്. അപ്പോൾ ഫ്ലിപ്പ് ലെയറിലുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, നമ്മൾ എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. നമ്മൾ ഫ്ലിപ്പ് ലെയർ എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ തന്നെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നിങ്ങൾ നല്ല ചെറുതാക്കി കൊടുക്കുക. നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ചെറുതാക്കി കൊടുക്കുക. ഓക്കെ, സോ ഞാൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലിപ്പ് ലെയറിൽ ഏത് ഗ്രാഫാണോ ആഡ് ചെയ്തത് അതേപോലത്തെ ഒരു ഗ്രാഫ് ഇവിടെയും വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലോട്ട് ഒരു മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. സോ നമ്മൾ ബ്ലറിൽ പോയിട്ട് മോഷൻ ബ്ലർ ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതാകുമ്പോൾ ഒരു ബ്ലർ കിട്ടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അത് സ്ട്രെച്ച് ആയിട്ട് കിട്ടും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അവസാനം വരെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 3 ലെയേഴ്സും കൂടിയിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യുക, 2ാമത്തെ ഓപ്ഷൻ. ഓക്കെ, സോ അത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ ഈ ഒരു ഫ്ലിപ്പായിട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഷെയ്ക്ക് ആഡ് ചെയ്യണം. സോ നമ്മളിവിടെ യൂസ് പോകുന്ന ഷെയ്ക്ക് എന്ന് പറയുന്നത് ഓട്ടോ ഷെയ്ക്കാണ്. സോ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നിങ്ങൾ ഓട്ടോ ഷെയ്ക്ക് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു ബീറ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് മാഗ്നിറ്റ്യൂഡിലാണ് നമ്മൾ കീ ഫ്രെയിംസ് ആഡ് ചെയ്യുന്നത്. സോ ബീറ്റിൻ്റെ ആ ഭാഗത്തായിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഒരു ഫ്രെയിം അപ്പുറത്തായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്രയും ഡിസ്റ്റൻസിൽ അധികം കൊണ്ട് തിരിച്ചു പോകരുത്. അതിനുശേഷം നമ്മൾ
എൻഡിങ്ങിൽ, അതായത് നമ്മൾ ഫ്ലിപ്പ് ലെയറും സ്കെയിലും എവിടെയാണോ എൻഡ് ചെയ്തത് അവിടെ നമ്മൾ എൻഡിങ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, എൻഡിങ് കീ ഫ്രെയിം നിങ്ങൾ 0 ആക്കി കൊടുക്കുക മാഗ്നിറ്റ്യൂഡിൽ. സ്റ്റാർട്ടിങ്ങിൽ ഒരു അതായത് സെൻട്രലിലുള്ള കീ ഫ്രെയിം ജസ്റ്റ് ഒരു 150 200 നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ചോയ്സാണ്. അതിനുശേഷം സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൽ 0 ആക്കി കൊടുക്കുക. സോ 3 കീ ഫ്രെയിംസാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് കിട്ടും, ആ ഒരു ഷെയ്ക്ക് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഫ്രീക്വൻസിയിൽ ജസ്റ്റ് 2.00 ഹെർട്സ് ആവും ഉണ്ടാവുക. ജസ്റ്റ് കൂട്ടി കൊടുക്കണമാവും ബെറ്റർ. കണ്ടോ, കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ഷെയ്ക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ മാഗ്നിറ്റ്യൂഡിൽ പോയിട്ട് നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെയും അവസാനത്തെ കീ ഫ്രെയിമിൻ്റെയും നടുവിലായിട്ട് ഗ്രാഫ് ആഡ് ചെയ്യണം. സോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഗ്രാഫ് ഇതാണ്. നമ്മൾ ഏതാണോ സ്കെയിലിലും ഫ്ലിപ്പ് ലെയറിലും ആഡ് ചെയ്തത് ആ ഒരു ഗ്രാഫ് തന്നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രമായിട്ട് നമുക്ക് ആ ഒരു ഷെയ്ക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിലോട്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യണം. സോ ഡിസ്ട്രക്ഷൻ ആൻഡ് വാപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് അടിയിലായിട്ട് ടൈൽസ് എഫക്റ്റ് കാണാൻ പറ്റും, ആഡ് ചെയ്യുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മിറർ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഷെയ്ക്ക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഷെയ്ക്കിനനുസരിച്ചിട്ട് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മോഷൻ ബ്ലർ കൂടി വേണം. സോ അതിനായിട്ട് നമ്മൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. ബ്ലറിൽ പോയിട്ട് നിങ്ങൾ മോഷൻ ബ്ലർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈൻ. സോ നമ്മുടെ ഈ ഒരു കാര്യം, അതായത് ഫ്ലിപ്പ് ലെയർ ട്രാൻസിഷൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു ഫ്ലിപ്പ് വരുന്ന ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഷെയ്ക്കും കിട്ടും, ഫ്ലിപ്പും കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എൻഡിങ്ങിലായിട്ട് ഒരുപാട് ട്രാൻസിഷൻസ് എൻഡ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്കെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. എങ്ങനെ ട്രാൻസിഷൻ എൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം. ഞാൻ ജസ്റ്റ് ഒരു റൊട്ടേഷൻ എൻഡിങ് കാണിച്ചു തരാം. സോ അതിനായിട്ട് റൊട്ടേഷൻ എൻഡിങ്ങിലായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാണ്. അതിനുശേഷം സ്കെയിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് അത് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. റൊട്ടേഷൻ വരുമ്പോൾ ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റൊട്ടേഷൻ എടുക്കുക. ഒരു 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യാം. എവിടേക്കാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഗ്രാഫ് ആഡ് ചെയ്യാം. നമ്മൾ സ്കെയിൽ ചെയ്ത് ഗ്രാഫാണ് ആഡ് ചെയ്ത് ആ ഒരു ഗ്രാഫ് തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാവും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇപ്പം നമ്മൾ സ്കെയിൽ എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗം, അതായത് നമുക്ക് മുകളിലായിട്ടുള്ള ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു കോർണറിലും അടിയിലുള്ള റൈറ്റ് സൈഡിലുള്ള കോർണറും ജസ്റ്റ് ഫില്ലാവാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിലിൽ പോയിട്ട് സൂം ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫില്ലായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ചോയ്സാണ്. ഏത് ഗ്രാഫ് ഇവിടെ ആഡ് ചെയ്യണം, ഏത് ട്രാൻസിഷൻ എൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അത് അക്കോർഡിംഗ് ടു യുവർ ബീറ്റ്സ് ആൻഡ് യുവർ നിങ്ങളുടെ വീഡിയോയുടെ ഒരു നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ ഫ്ലിപ്പ് ലെയർ എന്ന് പറയുന്ന ട്രാൻസിഷൻ ഇതാണ്. സോ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.